മയ, എന്താണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്? ഒരു കേബിൾ ശരീരത്തിന്റെ ഭാഗമായി ഇങ്ങനെ കിടക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്? എങ്ങനെയാണ് ഇപ്പോൾ ഇതിനോട് പ്രതികരിക്കാനാവുക? എനിക്കിപ്പോഴും നല്ല കഠിനമായ ശ്വാസമുട്ടും പിന്നെ കിതപ്പൊക്കെ ഉണ്ട്. നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ശരീരമൊക്കെ നീര്, കാലിലൊക്കെ ഇങ്ങനെ നീരൊക്കെ ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇതിന് നമ്മൾ ഈ കേബിൾ എടുത്തു മാറ്റണം അല്ലേ ഇനി? അതെടുത്ത് മാറ്റണം. പക്ഷെ അതെടുക്കാൻ പറ്റത്തില്ല എന്നാണ് ഇപ്പം ശ്രീചിത്രയിലെ ഡോക്ടറൊക്കെ പറഞ്ഞത്. അതിന് കാരണം എന്താണ് പറയുന്നത് സുമയ്യ? അതെന്റെ ഇത് ഒട്ടിപ്പോയി. ഇതിന്റെ പുറത്തൊരു കോട്ടിങ് സംഭവിച്ചേ. അപ്പം ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഹാർട്ടിന്റെ സൈഡിലായിട്ട് ചെറുതായിട്ട് ഇത് ഒട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് അവിടെ. അപ്പോൾ എന്താണ് ഒരു പ്രതിവിധി എന്ന് ഡോക്ടർ പറയുന്നുണ്ടോ? അത് ഇപ്പം ആ ഡോക്ടറിന് കുഴപ്പമില്ല, ഇത് കിടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അത് കിടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, വേദനയുണ്ട് അല്ലേ? വേദനയായിട്ടല്ല, എനിക്ക് എന്റെ ശ്വാസം മുട്ട്, ഈ കിതപ്പ്, നടക്കാനൊന്നും ഒരുപാട് ജോലി, വീട്ടിലായാലും ജോലിയൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അത് ഇതുകൊണ്ടാണെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത്? ഇതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഈ ഡോക്ടർ പറഞ്ഞത് ഇതുകൊണ്ട്, ഞാൻ ചോദിച്ചത് ഭാവിയിൽ ഇനി എന്തെങ്കിലും, ഇപ്പൊ ഡോക്ടർ ഇത് എടുക്കണ്ട, ഇത് കിടക്കട്ടെ എന്നാണ് പറയുന്നത്. ഇത് ഭാവിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായാലോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, പിന്നെ അത് അപ്പം ആ സമയത്ത് നമുക്ക് ഈ വർഷത്തിൽ 6 മാസം കൂടുമ്പം, 1 വർഷം കൂടുമ്പോൾ നമുക്കിത് എക്സ്റേ എടുത്തോ നോക്കിയിരിക്കാം. ഇത് താഴോട്ട് വരുന്നുണ്ടോ, ഇത് അവിടുന്ന് പൊസിഷൻ മാറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എന്നാണ് പറഞ്ഞത്. ഈ സുമയ്യയ്ക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയപ്പോൾ നേരത്തെ ഓപ്പറേറ്റ് ചെയ്ത ഡോക്ടറെ തന്നെ കാണിച്ചു ജനറൽ ആശുപത്രിയിൽ അല്ലേ? ഈ എക്സ്റേ എടുത്തപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അന്ന് തന്നെ എന്നെ സർജറി ചെയ്ത ഡോക്ടറിന്റെ അടുത്ത് ഞാൻ കൊണ്ട് കാണിച്ചായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇത് എങ്ങനെ പറ്റിയതാ, ഇയാൾക്ക് കുഞ്ഞിലെ ഹാർട്ടിന് എന്തെങ്കിലും സർജറി ചെയ്തിട്ടുള്ളതാണോ എന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അല്ല, എനിക്ക് തൈറോയിഡിന്റെ സർജറി മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ്. പിന്നെ അവര് പറഞ്ഞ് കുഴപ്പമില്ല, വേറെ ഡോക്ടേഴ്സിനെയൊക്കെ വിളിച്ച് ചോദിച്ച് എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പേടിക്കണ്ട, നമുക്കിത് കീഹോൾ സർജറി റിമൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ എന്താണ് ചെയ്യാതിരുന്നത് അവര്? അവരുടെ പിഴവാണെന്ന് സമ്മതിച്ചില്ലേ? ഇത് എടുക്കാൻ അതൊക്കെ സമ്മതിച്ചായിരുന്നു. എന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു, അത് പറ്റിയതാണ്, നമുക്ക് കുഴപ്പമില്ല, പേടിക്കണ്ട, നമുക്കത് റിമൂവ് ചെയ്യാം എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പോഴും പറയുന്നത് വെച്ചാൽ ഇത് ഒട്ടിപ്പോയത് കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, ഇത് ചിലപ്പം ഹാർട്ടിന് ബ്ലീഡിങ് ഉണ്ടായേക്കാം, അതുകൊണ്ട് എടുക്കണ്ട, ഇപ്പം അങ്ങനെ കിടന്നോട്ടെ എന്നൊക്കെ പറയുന്നു. ഇതിനിപ്പോൾ ആശുപത്രി പകരം എന്ത് ചെയ്യും? നഷ്ടപരിഹാരം നൽകുമെന്നാണോ? എന്താണ് ഇപ്പോൾ സുമയ്യയ്ക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്? എനിക്കിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മറുപടി ഒന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഡോക്ടർ പോലും വിളിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. DMOയ്ക്ക് പരാതി നൽകിയല്ലോ അല്ലേ? DMOയ്ക്ക് പരാതി കൊടുത്തായിരുന്നു. അപ്പൊ DMO എന്താണ്, പ്രതികരിച്ചോ? ഇല്ല. എപ്പോഴാണ് പരാതി കൊടുത്തത് സുമയ്യ? ഇന്നലെയാ കൊടുത്തത്. ഈ ഓപ്പറേഷൻ എന്നാ നടന്നത്? ഓപ്പറേഷൻ നടന്നത് 2023 22-ാം തീയതി മാർച്ചിൽ. ഈ കേബിൾ കിടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞ ദിവസം അല്ലേ? ഈ മാർച്ച് 2025 മാർച്ചിൽ, 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് അറിഞ്ഞത്. അപ്പോൾ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ചു സമയത്തേക്ക് ഈ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല? അപ്പോഴത്തേക്ക് ഈ ശ്വാസമുട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ കാണിച്ചോണ്ടിരുന്നു. അപ്പൊ എനിക്ക് കാൽഷ്യം കുറവായിരുന്നു. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് ഡോക്ടറൊക്കെ പറയുന്നത്. അതുകൊണ്ടായിരിക്കും എന്നും പറഞ്ഞ് കാൽഷ്യത്തിന്റെ ഗുളികയും ട്രിപ്പുകളൊക്കെ എടുക്കുമായിരുന്നു. ഇനിയിപ്പോ DMOയിൽ ഇതിപ്പോ ഒന്നാമത് ഡോക്ടർ വീഴ്ച സമ്മതിച്ച ഒരു കേസാണല്ലോ. ഇപ്പോൾ സുമയ്യ ഇതിൽ എന്ത് നീതി നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്? അതായത് ഇനി ഓപ്പറേറ്റ് ചെയ്തത് മാറ്റണം എന്നാണോ, അതല്ല ഈ തരത്തിൽ അനാസ്ഥ പറ്റിയ ഡോക്ടർക്ക് ശിക്ഷ കിട്ടണമെന്നാണ്? എന്താണ് സുമയ്യ ആഗ്രഹിക്കുന്നത്? എനിക്കിത് എന്റെ ഉള്ളിൽ പെട്ടത്, എനിക്കിത് മാറ്റണം എന്നും ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇതുപോലെ എനിക്ക് ചെയ്തതുപോലെ ഇനി ആർക്കും ഇങ്ങനെ ചെയ്യാതിരിക്കട്ടെ എന്ന് വെച്ചാൽ, എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ. എനിക്ക് ഇതിനെ തുടർന്ന് എനിക്ക് ഒരുപാട് ശാരീരികമായ ഒരുപാട് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ഇതുപോലെ ആർക്കും ഇങ്ങനെ ചെയ്യരുത്, ഒരു ഡോക്ടറും. ഈ നഷ്ടപരിഹാരം ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ? നഷ്ടപരിഹാരം, എനിക്കിത് ചെയ്തതിന് നഷ്ടപരിഹാരമാണ് എന്റെ ഉള്ളിൽ കിടക്കുന്നത്. അവര് തന്നെ ഫുൾ ചെലവും വഹിച്ചിട്ടെടുത്ത് തരുകയും വേണം. അതാണ് ആവശ്യപ്പെടുന്നത്. ആരോഗ്യമന്ത്രിക്ക് കൂടി പരാതി നൽകാൻ ആലോചിക്കുന്നുണ്ടോ സുമയ്യ?
ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൊടുത്തിട്ടുണ്ട്. ശരി, വളരെ നന്ദി സുമയ്യ പ്രതികരിച്ചതിന്.